അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പം ഞാൻ ഇന്നൊരു ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ചട്ടിച്ചോറ് എങ്ങനെയാണ് വിളമ്പുന്നതെന്നുള്ള ആ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത്. ഒരു ചട്ടി എടുത്തു, സെർവ് ചെയ്യാനുള്ളൊരു ചട്ടി എടുത്തു, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മീൻകറി ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ ഒക്കെ കഴിക്കാവുന്ന വിധത്തിൽ നമുക്ക് ചോറിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. അപ്പം ഞാനിവിടെ എന്താ പറയുക, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മീനാണ് എടുത്തേക്കുന്നത്. നെയ്മീൻ്റെ തലയുണ്ടല്ലോ, അതും അതിൻ്റെ പാർട്സുകളൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നമുക്ക് ആ മീൻ കറിയും അതിൻ്റെ കുറച്ച് കഷ്ണങ്ങളും ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് തോരനാണ് കേട്ടോ. ഇവിടെ ഞാൻ ക്യാരറ്റിൻ്റെ തോരനാണ് ഉണ്ടാക്കിയേക്കുന്നത്. തേങ്ങയൊക്കെ ഇട്ടിട്ട് ക്യാരറ്റിൻ്റെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മെഴുക്കുവരട്ടിക്ക് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടാണ് മെഴുക്ക് വരട്ടിയായിട്ട് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഞാൻ അത് മെഴുക്ക് വരട്ടി ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചമ്മന്തിയാണ് കേട്ടോ, നമ്മളുടെ നാടൻ ചമ്മന്തി ഉണ്ടല്ലോ, മാങ്ങയും തേങ്ങയും മുളക് പൊടിയും പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ഒരു നാടൻ ചമ്മന്തി. പിന്നെ മാങ്ങ അച്ചാറാണ് കേട്ടോ. അത് ഞാൻ ആ ഒരു സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. അപ്പം മാങ്ങ അച്ചാറ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് തൈരാണ് കേട്ടോ. മോര് കാച്ചിയതുണ്ടല്ലോ, അത് ഞാൻ മോര് കാച്ചിയത് തേങ്ങയൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയ മോര് കാച്ചിയതാണ്. അപ്പം ഞാൻ മോര് കാച്ചിയതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടാട്ടം മുളകാണ് കേട്ടോ. അത് കൊണ്ടാട്ടം വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തതാണ്. പിന്നെ മുട്ട ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് മുട്ടയും ഫ്രൈ ചെയ്തു. അപ്പോൾ അതിന് ഒരു എന്താ പറയുക, ഒരു കറി കൂടിയാണല്ലോ. അപ്പം മുട്ട ഫ്രൈ ചെയ്തത്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് വെച്ചിരിക്കുന്നത് മീൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ, മത്തി. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മീനാണ്. അതിൻ്റെ തലയും പാർട്സുകളും ഒക്കെ ഞാൻ എന്താ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള മീനാണ് കേട്ടോ. മത്തിയാണ്, വലിയ മത്തി ആയതുകൊണ്ട് ഞാനതിൻ്റെ വാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മുട്ട ഫ്രൈ ചെയ്യാനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ തോരനല്ല, മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാരറ്റാണ് തോരന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഇത് ഞാൻ മാങ്ങ അച്ചാറിനും അതുപോലെ തന്നെ ചമ്മന്തിക്കും വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു അരഭാഗം സവാളയും, ഒരു സവാളയുടെ ഹാഫ് കേട്ടോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പുളിയാണ് കേട്ടോ, കുടംപുളി. ഇപ്പം ഞാൻ ഒരടുപ്പിലേക്ക് ചോറ് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത അടുപ്പിൽ മീൻ കറി വെക്കാം. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രുചി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു അര ടീസ്പൂണോളം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ എന്താ പറയുക, തേങ്ങ ഇല്ലാതെ കേട്ടോ ഉണ്ടാക്കിയേക്കുന്ന ഈ കറി. ശരിക്കും എന്താ പറയുക, ഇതൊരു തലക്കറിയാണല്ലോ. തലക്കറി എന്ന് വെച്ചാൽ ഒരു ഭൂരിപക്ഷവും തലയാണ് ഇതിന്. അപ്പം തലക്കറി ആയതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇല്ലാതെ വെക്കുന്നത് കേട്ടോ. തലക്കറി ശരിക്കും തേങ്ങ ഇല്ലാതെ വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ അതൊക്കെ വഴറ്റി കൊടുത്തപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുത്തു. ഒരു തക്കാളിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ. നമ്മൾ പുളി ഇടുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഒരു ടീസ്പൂണോളം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി ഇനി വേണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതാവുമ്പം നമ്മളുടെ മീൻ കറിക്ക് ഒന്നുകൂടി കളർ തോന്നിക്കും, അതുപോലെ തന്നെ എരിവുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1 ടേബിൾ സ്പൂണോളം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. മല്ലിപ്പൊടി കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ 3 പൊടികളും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മളുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ മീനൊന്ന് വേകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഓരോ മീനുകളായിട്ട് നമുക്ക് ഇതിലേക്ക് പിറക്കി വെക്കാം. ഇപ്പം ഇതധികം വേവില്ലാത്ത മീനാണ്, അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ.
ഞാൻ എല്ലാ മീനുകളും ഓരോന്നായിട്ട് പെറുക്കി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്യേണ്ട ഇതിൽ ചിലപ്പോൾ എല്ലാം ഞാൻ പറക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരടുപ്പിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടുപ്പിലേക്ക് വെക്കാം. ഇനി അടുത്തത് ഞാൻ ചോറ് നമ്മളുടെ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരടുപ്പിലേക്ക് നമ്മുടെ ബീട്രൂട്ടിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി, ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, പച്ചമുളകും അതുപോലെ തന്നെ സവാളയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വഴറ്റി കൊടുക്കുക. വഴണ്ട് കിട്ടുമ്പോഴത്തേക്കും ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക, ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് സിമ്മലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ മീൻ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ മീൻ കറി. അപ്പോൾ ഒരുപാട് വേവില്ലാത്ത മീനാണല്ലോ, അപ്പം പെട്ടെന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മളുടെ തേങ്ങാപ്പാലാണ്. അപ്പം ഞാനിപ്പം കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് ഒന്ന് വെന്തിട്ട് ഒന്നുകൂടി വെന്തിട്ട് ഒന്ന് എന്താ പറയുക ഡ്രൈ ആവട്ടെ. ഒരുപാട് ഡ്രൈ ആവണ്ട, ഒരുപാട് വെള്ളവും ഒഴിക്കണ്ട കേട്ടോ, വെള്ളവും ആവണ്ട. ഞാനൊരു മീഡിയം ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി അടുത്തത് ഞാൻ ക്യാരറ്റ് തോരന് വേണ്ടിയിട്ട് ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് കേട്ടോ. തേങ്ങയിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മളുടെ ക്യാരറ്റ് മുറിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഞാൻ ഗ്രേറ്റ് ചെയ്തതാണ് ക്യാരറ്റ്. അപ്പോൾ അതെടുത്തിട്ട് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കേണ്ടത്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവിയിൽ തന്നെ ഇരുന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ ക്യാരറ്റ് തോരൻ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സെയിം ടേബിൾ സ്പൂണോളം നമ്മൾ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക്, ഉലുവ ഇത് രണ്ടും ഒരു 1/2 ടീസ്പൂണോളം വീതം നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മളുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് മുറിച്ചത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അച്ചാർ പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ, അതില്ലാണ്ടുള്ള അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ മാങ്ങ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ പീസായിട്ട് മുറിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വഴണ്ട് കിട്ടുമ്പോഴത്തേക്കും ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 2 ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് മാങ്ങ. ഉപ്പും കൂടി മുറിച്ച് വെച്ചിട്ട് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് വെച്ചേക്കുന്ന മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂണോളം ഉലുവ പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി വേണം, കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. കായം കട്ടയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കായപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ, ഒരു 2 ടീസ്പൂണോളം നമ്മൾ റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കളറും ഉണ്ടാകും, എരിവും തോന്നില്ല. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്, സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ വിനാഗിരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കാരണം ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ വിനാഗിരി, നാച്ചുറൽ വിനാഗിരി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. നമ്മളുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമ്മളുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മാങ്ങ അച്ചാർ നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് മോര് കാച്ചിയതാണ്. അപ്പോൾ മോര് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ മോരും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി മിക്സിയിലിട്ട് അരച്ചതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തു. അതുകൂടി അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയും റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ തേങ്ങ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഈ മോര് കറിക്ക് തേങ്ങ യൂസ് ചെയ്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അപ്പം നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവനുസരിച്ച് വേണം, ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മോര് പിരിഞ്ഞു പോകും തിളച്ച് കഴിഞ്ഞാൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മളുടെ നാടൻ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. നല്ല പുളിയുള്ള നാടൻ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളുടെ ചമ്മന്തിയാണ് കേട്ടോ. മാങ്ങയും തേങ്ങയൊക്കെ കൊണ്ട് അരച്ചിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അത് റെഡിയായി. നമ്മളുടെ അടുപ്പിലിരിക്കുന്ന മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റിയിട്ടുള്ള ആ ഒരു മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ടരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ടരിഞ്ഞത്, ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ മുട്ട ഫ്രൈക്കുള്ളത്. ഇനിയിപ്പം നമ്മളുടെ മീൻ ഫ്രൈക്കുള്ളത്. അപ്പം 2 ഫ്രൈ ഉണ്ട്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്ടിച്ചോറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം 2 മണിക്കൂർ, 2 മണിക്കൂറിൽ താഴെയുള്ള ടൈം കൊണ്ട് നമുക്ക് നമ്മളുടെ ചട്ടിച്ചോറ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയറും കമൻറ്റും വേണം. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.